ഇപ്പോൾ മോനിഷ് എന്ന നടി അവര് അവസാനമായിട്ട് മരിക്കുന്നതിന് മുമ്പിട്ട് എടുത്ത റൂം ഉണ്ടായിരുന്നു. അപ്പൊ ആ റൂമായിരുന്നു മോഹൻലാലിന് കൊടുത്തത്. അപ്പൊ മോഹൻലാൽ അവസാനമായിട്ട് അവരിട്ട ഡ്രസ്സില് ആ സ്ത്രീയെ കാണുന്നു. അങ്ങനെയുള്ള ആത്മാവല്ലാതെ ദുരാത്മാക്കൾ എന്ന് പറയും. ദുരാത്മാക്കൾ ഇപ്പൊ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി മരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്ന ആളുകൾ, അപ്പൊ അവരുടെ ആത്മാക്കൾ ആളെ മരിക്കുന്ന സമയത്ത് ആർക്കും മരിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ പറഞ്ഞു ഞങ്ങളിവിടെ താമസിച്ചില്ല, പേടിച്ചു പോയത്, എങ്ങനെ മെന്റലൊക്കെ ആയിട്ട് പോയി. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ മുറിയിൽ ഒരു സ്ത്രീ തൂങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ആത്മാക്കളുടെ ഇവിടെ ഉണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ദുർബലമായോ അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരും നെഗറ്റീവ് എനർജി. അതാണ് അങ്ങനെ പറയണത്. അതിന്റെ മനോഹരമായ വാക്കാണ് നെഗറ്റീവ് എനർജി. പണ്ട് ജ്യോത്സ്യന്മാർ എഴുതൂലേ, മറ്റെന്തൊക്കെയോ പേരൊക്കെ വെച്ച് എഴുതൂലേ. തുലാം രാശി തുലാം ലഗ്നം ആണെന്ന് വിചാരിക്കാം. സൂര്യോദയം കഴിഞ്ഞിട്ട് ജനിക്കുന്നത് ലഗ്നം എന്ന് പറയുന്നത്. തുലാം ലഗ്നത്തിൽ ജനിച്ച ആൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ ജോലി കിട്ടുന്നില്ല, കല്യാണവും നടക്കുന്നില്ല. എന്താ കാരണം? ഇത് ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ താമ്പൂല പ്രസവത്തിന് പോയതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മരണത്തിന് മണം. അതെങ്ങനെയാണ് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്തെങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നി ഇവിടെ എന്തോ ഒരു മരണം വരാൻ പോകുന്നുണ്ടെന്ന്. പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ വയ്യാത്ത ആരും കൊണ്ടു ചോദിച്ചു. ആരുമില്ല, നമുക്ക് താമ്പൂല പ്രശ്നം തുടങ്ങാമെന്ന് പറഞ്ഞു. വയ്യാത്ത കിടക്കണ ആരും കൊണ്ടോ? ഇല്ല. പിന്നെയും പറയുന്നുണ്ട്. പിന്നെയും എനിക്ക് തോന്നുന്നുണ്ട് ഒരു മരണം ഉണ്ടാകുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ താമ്പൂലം വയ്ക്കേണ്ടത്, നമുക്ക് നാളെ വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കഥ പറയാൻ പോണവർ. ഒരമ്മമ്മ കിടക്കുകയാണ് വയ്യാണ്ട്, കുറേ കാലങ്ങളായി കിടക്കണം, പുട്ടിയൊക്കെ നശിച്ച് കിടക്കുക, 2 ഹോം നേഴ്സൊക്കെ ആകെ ഇതായതാണ്. അപ്പോൾ അവർ ചെയ്ത പാപത്തിൻ്റെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്നെ കാണുന്നുണ്ടാവും, നല്ല ആത്മാവ്. അങ്ങനെയൊക്കെ ഉണ്ട്, ചില ആൾക്കാരെ കണ്ടാൽ ആത്മാവ് പോകുന്നുണ്ട്, അല്ല മുജ്ജമ്മ എന്തോന്ന് അറിയില്ല. അപ്പോൾ അതിനൊരു യമരാജ മന്ത്രമുണ്ട്. അത് ചൊല്ലി നമ്മൾ തുളസി ഇട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഏത് സിസ്റ്റമായാലും, അവർക്ക് ക്രിസ്ത്യൻസൊക്കെ ആകുമ്പോൾ ആന വെള്ളം എന്നൊരു സംഭവമുണ്ട്. മുസ്ലിംസ് സംസം വാട്ടർ, നമുക്കാണെങ്കിൽ ഗംഗാജലം. അപ്പോൾ ഇതൊന്നും വേണ്ട, സാധാരണ വെള്ളം എടുത്തിട്ട്, ഇപ്പോൾ തുളസിയിലൊന്നും അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം എടുത്തിട്ട് ആ മന്ത്രം ജപിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രം ജപിക്കുമ്പോഴേക്കും അവർ കൈയും കാലൊക്കെ നിർത്തും, പോകാനുള്ളതാണെങ്കിൽ. മൂന്നാമത്തെ പ്രാവശ്യം വയ്ക്കും, കുടിക്കാൻ പറ്റില്ല, അതിന് പോയിട്ടുണ്ടാവും. പക്ഷേ ജീവിച്ചു വരാനുള്ളവരാണെങ്കിൽ അവർ പതുക്കെ എഴുന്നേൽക്കും. ഈ മൂന്നാമത്തെ കഴിയുമ്പോഴേക്കും അവർ എണീറ്റിരിക്കും. പക്ഷെ നമ്മൾ ഈ പ്രതീക്ഷിക്കുക ഇതൊക്കെ പ്രയോഗിച്ച് നമുക്ക് നെഗറ്റീവ് എനർജി വരും. അപ്പോൾ ആദ്യമൊക്കെ ഇപ്പോൾ ചെയ്യാറില്ല. അത് അങ്ങനെ സംഭവമുണ്ട്. ഇങ്ങനെ ഉപയോഗിച്ചാൽ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും. അത് വരുമെന്ന് അറിയില്ല, വീട്ടുകാർക്ക് പേടി. പിന്നെ പ്രേതത്തിനെയൊക്കെ ഉപയോഗിച്ച്, പ്രേതം എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി ആണല്ലോ. പ്രേതത്തിനെയൊക്കെ ഞാൻ കളയാറുണ്ട്. ഇപ്പോൾ സമ്മതിക്കില്ല അവർ. ഒരു തേങ്ങയിൽ ആവാഹിച്ച് കളയാറുള്ളൂ. അപ്പോൾ പൂജാരിമാരൊക്കെ എത്ര രൂപ മേടിക്കുന്നറിയാമോ ഈ പ്രേതത്തിൽ ആവാഹിച്ച് ഉച്ചാടനം ചെയ്യാൻ. പിന്നെ അതുപോലെ ഈ നമ്മൾ അബോഷനാക്കിയ ആൾക്കാർ, ആ കുട്ടിയുടെ ആത്മാവ് ഈ കുട്ടികളുണ്ടാവും. അത് അമ്മയ്ക്ക് ഉപദ്രവമായിട്ട് ഈ കുട്ടി അമ്മയെ ഉപദ്രവിക്കും. അത് അനവധി കാര്യങ്ങളുണ്ട്, അതിനൊക്കെ നമുക്ക് മാറ്റാം. അതെ, അതായത് ചില ഇടങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത്, ഇപ്പോൾ അവർക്ക് നേരത്തെ അബോഷൻ ഉണ്ടായേക്കാം, പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ആളുകൾ പല ഇടങ്ങളും അവർ ഹോസ്പിറ്റലിലെല്ലാം പോകുമ്പോൾ ഒന്നും പറയില്ല. പക്ഷെ ചില ആളുകളുടെ അടുത്ത് പോകുമ്പോൾ അവർ ആദ്യമേ തന്നെ പറയും നിങ്ങൾക്ക് അബോഷൻ സംഭവിച്ചു, നിങ്ങളുടെ കുഞ്ഞു മരിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതാവാൻ കഴിയാത്തത്. കുഞ്ഞുണ്ടാവില്ല, പിന്നീട് വലിയ പ്രശ്നമാണത്. അല്ല, അങ്ങനെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം വരുന്നത്. അതറിയാം എങ്ങനെ ഇവർ പറയുന്നു എന്ന്. നമുക്ക് ജാതകം നോക്കുമ്പോൾ അറിയാം, അവരുടെ സമയം നോക്കുമ്പോൾ അറിയാം. ഇതിന് മുമ്പിലത്തെ ഒരു കുട്ടി മരിച്ചുപോയോ, അതിൻ്റെ ആത്മാവ് അതിൻ്റെ കൂടെ ഉണ്ട് എന്നറിയാൻ പറ്റും. ഒന്നും വേണ്ട, ഇവർക്ക് പോലും അറിയില്ലായിരിക്കും. അച്ഛൻ്റെ കുടുംബത്തിൽ ദോഷമായിരിക്കാം, ചിലർ കല്യാണം നടക്കണില്ല, എന്താ കാരണം? അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, അച്ഛൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇതുപോലെ തന്നെ സ്ത്രീകൾ ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ടാവും. പഴയ തറവാട്ടുകാരൊക്കെ ആകുമ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ജോലി കിട്ടുന്നില്ല, നല്ല ക്വാളിഫിക്കേഷനാണ്, നല്ല പഠിപ്പുണ്ട്, ദൈവത്തിന് അറിയാത്ത കാര്യമില്ലല്ലോ, നമുക്കല്ലേ അറിയാൻ പാടില്ലാത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തിട്ട് ജോലി കിട്ടുന്നില്ല, നല്ല ക്വാളിഫിക്കേഷൻ, PhD 3 PhD 4 PhD ഒക്കെ എടുത്തെന്ന് പറയുന്നുണ്ട്. ഉള്ളതാണെന്ന് അറിയില്ല. എന്തായാലും ഡിഗ്രിയൊക്കെ ഉണ്ടാവും, PG ഒക്കെ ഉണ്ടാവും, 2 PG ഒക്കെ എടുക്കാം, ഒക്കെ എടുത്ത പല സബ്ജക്റ്റിലും എടുക്കാമല്ലോ. പഠിക്കാനൊക്കെ നല്ല മിടുക്കത്തിയൊക്കെ ആയിരിക്കാം. പക്ഷെ ജോലി കിട്ടുന്നില്ല. കാരണം എന്താ? ഇവരുടെ കുടുംബത്തിൽ ആരുടെയെങ്കിലും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ നോക്കിയറിയാം, ആരെയാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ പൂർവികമായിട്ട് ജോലിക്ക് നിന്ന ആളെ പീഡിപ്പിച്ച് വെള്ളത്തിൽ കൊല്ലുവോ, മുക്കി കൊല്ലുവോ, വെട്ടി തൂക്കുകയോ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പാടത്ത് ചവിട്ടിക്കുളയും കൊല്ലും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ദോഷം കൊണ്ട് ആണ് ജോലി കിട്ടാത്തത്. അതിന് പരിഹാരം ചെയ്യണവർ. പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുട്ടി ഉണ്ടാവും, കല്യാണം ജോലി കിട്ടും. ഇതൊക്കെ അവരുടെ ജാതകം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റായ ജാതകമാണ് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് ഈ ജാതകത്തിലൂടെ നമുക്ക് ഇത് അറിയാൻ കഴിയുന്നത്? അത് ജ്യോതിഷം പഠിക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ.
അത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കണക്കുകളാണോ, കാൽക്കുലേഷൻസ് ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരാളെ ജാതകത്തിൽ കണ്ടു 4-ാം ഭാവത്ത്, ഒരാളുടെ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കുടുംബമാണ്. 4-ാം ഭാവത്ത് ഒരു ഇപ്പോൾ ഒരാൾ എക്സാമ്പിളായിട്ട് തുലാം വൃശ്ചികം ധനു മകരം, തുലാം രാശി തുലാം ലഗ്നം ആണെന്ന് വിചാരിക്കാം. സൂര്യോദയം കഴിഞ്ഞിട്ട് ജനിക്കുന്നതാണ് ലഗ്നം എന്ന് പറയുന്നത്. തുലാം ലഗ്നത്തിൽ ജനിച്ച ആൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല, കല്യാണവും നടക്കുന്നില്ല. എന്താ കാരണം? 30-36 വയസ്സായി. എത്ര വയസ്സായി? 36 വയസ്സായി. കല്യാണം ജോലിയും കിട്ടുന്നില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് ഇവർ പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത് നമ്മുടെ അടുത്ത്. ലാസ്റ്റുള്ള വരുന്നത് വന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും? 7-ാം ഭാവത്ത് ചൊവ്വ. ഈ ചൊവ്വ നിൽക്കുന്നത് നീചത്തിലാണ്, കർക്കിടക രാശി നീചയാണ്. അവിടെ ഒരു കുളികനുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവരുടെ സഹോദരനായ ഒരാൾ പ്രേതബാധയുണ്ട് ഈ കുട്ടിക്ക്. ആ പിതാവിൻ്റെ കുടുംബത്തിൽ, അല്ല മാതാവിൻ്റെ കുടുംബമാണ്. കാരണം കർക്കിടക രാശി ചന്ദ്രൻ്റെ ക്ഷേത്രം. അപ്പം മാതാവിൻ്റെ കുടുംബമാണ്. മാതാവിൻ്റെ കുടുംബത്തിലൊരു ദോഷം നമ്മുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പരിഹാരം ചെയ്യണം. അതിന് ഒരുപാട് കാര്യം ചെയ്യണം. കുഷ്മാണ്ടം സുഹൃത്തുമൊക്കെ ചെയ്യണം, എന്നാലേ പോവുള്ളൂ. നമ്മൾ പെട്ടെന്നൊന്നും പ്രേതത്തെ ആവാഹിച്ചൊന്നും കളയാൻ പറ്റില്ല. എവിടെയും കണ്ട് പേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം, ഒരു തേങ്ങയും മാറ്റാം. പക്ഷേ ഇത് പറ്റില്ല അതൊന്നും. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്താലേ അത് ശരിയാവുള്ളൂ. അത് കറക്റ്റായിട്ട് അവർക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ജ്യോത്സ്യന്മാർ ചെയ്തില്ലെങ്കിൽ അവരിങ്ങനെ ജ്യോത്സ്യം നോക്കിക്കൊണ്ടേ ഇരിക്കും. അത് നമ്മൾ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്ത് കാരണം കൊടുക്കും. ഇന്ന കാരണം കൊണ്ടാണ്. നമുക്കൊരു കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ലേ. അപ്പോൾ ചിലർക്ക് കേസരി യോഗമുണ്ട്. ഇപ്പോൾ ജാതകത്തിൽ എഴുതിച്ചാൽ കേസരി യോഗം, ഗജകേസരി യോഗമുണ്ട്. ഇന്ന വയസ്സിൽ നീ ഇന്ന ആളായിരിക്കുന്ന ഇതുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ, കേസരി യോഗം ആ വ്യാഴം റിട്രോവൻ്റ് ആയിരിക്കും, വക്രത്തിലായിരിക്കും. പിന്നെ കേസരി യോഗം വരുന്നത് എങ്ങനെയാ? ഒരു സംശയം ചോദിച്ചു. അപ്പം ഒരാൾ മരിച്ചു, അയാൾക്ക് നമ്മൾ ചെയ്യാനുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു, പക്ഷെ ആത്മാവ് വിട്ടു പോകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആത്മാവല്ലാതെ ദുരാത്മാക്കൾ എന്ന് പറയും. ദുരാത്മാക്കൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി മരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്ന ആളുകൾ, അപ്പൊ അവരുടെ ആത്മാക്കൾ. കൊല്ലുന്ന ആളെ മരിക്കുന്ന സമയത്ത് ആർക്കും മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. അതിന് എന്ത് കർമ്മം ചെയ്ത് നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റും? അല്ല, പിന്നീട് അവരെന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടും പോകുന്നില്ല, അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തിട്ടും പോകും. ഒഴിപ്പിച്ചാൽ പോവും, കർമ്മമൊക്കെ ചെയ്താൽ പോവും, പിന്നെ ഒക്കെ പോവും. അല്ല, ചെയ്തിട്ടും പോകുന്നില്ലെങ്കിൽ അങ്ങനെ പോവാതിരിക്കില്ല, പോവും. ഇതിപ്പോൾ ജാതകത്തിൽ കാണുന്ന പറഞ്ഞാൽ ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പൂർവികമായിട്ട് ഭയങ്കര ധനികരും ജോലിക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കണ്ടാവില്ല. പിന്നെ അവരെന്താ ചെയ്തതെന്ന് ഈ ജീവിച്ചുകളൊക്കെ അറിയോ? അന്നത്തെ കാലത്ത് എന്തും ചെയ്യാവുന്ന കാലങ്ങളല്ലേ. ഇപ്പം ആളുകളെ പാടത്ത് ചവിട്ടിക്കൂട്ടിയിരുന്ന കാലങ്ങളുണ്ട്. പണ്ട് പാലം പണിയാൻ കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. നമുക്കൊന്നും അറിഞ്ഞിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുമോ കർമ്മങ്ങൾ. ഇപ്പോൾ ജോലിക്കാർക്ക് വേണ്ടി കർമ്മം ചെയ്യുമല്ലോ വരും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ദുരാത്മാവായിട്ട് എല്ലാ ആത്മാക്കളും അന്തരീക്ഷത്തിലുണ്ടാവും. അത് അത് ഭഗവത്ഗീതയിലുണ്ടത്. ജലനങ്ങളായിട്ട് അന്തരീക്ഷത്തിലുണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ആത്മാവ് ഷൂട്ടായ സ്ഥലത്ത് വരുമ്പോൾ ജനിക്കും. അപ്പോൾ ഇത് 7 തലമുറയ്ക്കെന്നൊക്കെ പറയില്ലേ. അപ്പം ജന്മജന്മാന്തര ദോഷങ്ങളാണ്, സഞ്ചിത പാപകർമ്മങ്ങളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ജനിക്കുക. അതാണല്ലോ ജന്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ പാപങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നതല്ല, പറയില്ലേ. ഇപ്പോൾ അതെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടും സുഖമായിട്ട് ജീവിക്കണു. അത് മുൻജന്മം നല്ല ഇതായിരിക്കും. ഈ ജന്മം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നന്നാവില്ല. അപ്പോൾ ഈ ജന്മം മോശം ചെയ്തതായിട്ടായിരിക്കും. അതാണ് സഞ്ചിത പാപകർമ്മങ്ങൾ നമ്മൾ ജനിക്കണതിന്. ഇതൊക്കെ അന്ധവിശ്വാസമൊന്നുമല്ല, സത്യമായ കാര്യം. ഇതൊക്കെ കാൽക്കുലേഷൻ ജ്യോതിഷത്തിലുള്ള കാര്യം തന്നെയാണത്. അപ്പോൾ ആ പാപങ്ങളെ നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ പിന്നെ ജനിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ജനിച്ച ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ആളുടെ ദോഷം മാറും, വിവാഹവും നടക്കും. ഈ മരണപ്പെട്ട ആത്മാക്കൾ എങ്ങോട്ടും പോകുന്നു എന്നൊരു ചോദ്യം. ആത്മാക്കൾക്ക് അങ്ങനെ പണ്ട് പറയില്ലേ, ഇന്ന് പണ്ടൊക്കെ നമ്മളോട് പറയാറില്ലേ, തെറ്റ് ചെയ്താൽ ഇങ്ങനെ നരകത്തിൽ കൊണ്ടുപോയി ചുട്ടുകൊല്ലും. അതൊന്നുമില്ല, ഒക്കെ ഈ ഭൂമിയിൽ തന്നെയാണ്, അന്തരീക്ഷത്തിലുണ്ടാവും. ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം നടന്നതല്ലേ. അതുകൊണ്ടല്ലേ പറയണത്, ഗർഭിണിയായ സ്ത്രീ, മുലയൂട്ടുന്ന അമ്മമാർ, എണ്ണ തേച്ച സ്ത്രീകൾ, പിന്നെ ഋതുമതിയായ സ്ത്രീകളൊന്നും പുറത്തിറങ്ങരുത് സന്ധ്യയ്ക്കെന്ന് പറയില്ലേ. സന്ധ്യാസമയത്ത് ഒരുപാട് എനർജി വരുന്ന സമയമാണ്. സന്ധ്യാസമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ അത് ധൈര്യമില്ലാത്തവരാണ് ഞെട്ടിയ പോരെ. ധൈര്യമുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. പഴയ കാലത്ത് താക്കോലൊക്കെ കൊടുക്കും കയ്യിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ധൈര്യത്തിന്. പഴയ താക്കോൽ എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോ ഉണ്ടാവും, ഒരു താക്കോലല്ലേ വാതിലിനൊക്കെ. പക്ഷെ അത് എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. നമ്മൾ പെട്ടെന്ന് വലിക്കും. സാധാരണ ഒരു വ്യക്തി പേടിച്ചൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ പേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഫക്റ്റ് ആവും. പേടി മണിച്ചിത്രക്കാരിൽ എന്താ കണ്ടത്? ശോഭന വല്ല പ്രേതമാണോ? മനസ്സിൻ്റെ തോന്നലുകളാണ് ഈ പ്രേതം എന്നൊക്കെ പറയണത്. അപ്പോൾ ആ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നിടത്തൊക്കെ ഇത് നിൽക്കണമായിട്ട് തോന്നും. പണ്ടൊക്കെ പറയില്ലേ, ഇങ്ങനെ സാരി കൊടുത്ത് കാല് നിലത്ത് വിട്ടാണ് പോകുന്ന പറയില്ലേ. അപ്പോൾ ഈ പണ്ട് വാഴയൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലൊക്കെ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാണുമ്പം എൻ്റെ ആങ്ങളെ പറയും,
പ്രേതം വന്നിട്ടുണ്ടെന്ന് പറയും. വിളിക്കും പേടിയാണ്. അപ്പം അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് കാണിച്ചു തരും. ഇത് വാഴയാണ്. അപ്പോൾ പേടി പോയി. അല്ലെങ്കിൽ നമുക്ക് പേടിയല്ലേ? അതെ, നമുക്ക് പേടി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തോന്നലാ പേടി. ശരിയല്ലേ? പേടിയാണോ ആത്മാക്കളെ സൃഷ്ടിക്കുന്നത്? ആത്മാക്കളെ സൃഷ്ടിക്കുന്ന പേടിയല്ല, പ്രേതബാധ വരുന്നതും അങ്ങനെ അല്ലാണ്ട് വരാമല്ലോ നമ്മുടെ ജാതകത്തിലുണ്ടെങ്കിൽ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് മര്യാദയ്ക്കിരുന്ന കുട്ടി പെട്ടെന്ന് പേടിച്ചു, എന്തോ പ്രശ്നം വന്നു എന്ന് പറയില്ലേ, അതൊക്കെ പേടിക്കണം. ആ പേടി കൊണ്ട് അവൻ്റെ മൂഡ് മൊത്തം പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ മരണം നമ്മൾ കണ്ടു, നമുക്കൊന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കാമെന്നിരിക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ താമസിക്കാമെന്നിരിക്കാം. ഇപ്പോൾ ഇവിടെ ആരൊക്കെ മരിച്ചു നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾ പണ്ട് ക്വാർട്ടേഴ്സിൽ ബാംഗ്ലൂർ വെച്ച് താമസിക്കുന്ന സമയത്ത് എനിക്ക് പേടിയൊന്നുമില്ല. ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട് പോകും. അപ്പോൾ ഞാൻ ഒരു ജോലിക്കാരി ഉണ്ടാവും. അവരൊരു മുറി നേരത്തെ 7 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. ഞാൻ പതുക്കെ കിടക്കുള്ളൂ, ഒരു 9 മണിയായിട്ട് കിടക്കുള്ളൂ. പുസ്തകമൊക്കെ വായിക്കുക. അന്നിന് ഇതൊന്നും മൊബൈലൊന്നും ഇല്ലല്ലോ. പുസ്തകമൊക്കെ വായിക്കുക. എനിക്ക് വായന ഭയങ്കര ഇഷ്ടമായിരുന്നു. കിടന്നുറങ്ങും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ആദ്യം താമസിക്കുന്ന ഒരു കൂട്ടർ വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ കോട്ടേഴ്സ് അവർക്ക് പ്രൊമോഷനൊക്കെ ആയിട്ട് വന്നേക്കണമെന്ന് തോന്നും. അപ്പോൾ പറഞ്ഞു ഞങ്ങളിവിടെ താമസിക്കുന്ന പേടിച്ച് പോയത് എങ്ങനെ മെൻ്റലൊക്കെ ആയിട്ട് പോയി. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഈ മുറിയിലൊരു സ്ത്രീ തൂങ്ങി വരച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ചെറുപ്പം 22 വയസ്സുള്ള ചെറുപ്പമാണ്. അപ്പോൾ നമുക്ക് പേടി തോന്നി, അയ്യോ ഞാൻ ഇവിടെയാണ് കിടന്നതെന്ന്. ഉടനെ കോട്ടേഴ്സ് മാറി. അത് അറിഞ്ഞില്ലെങ്കിലോ നമ്മളറിയോ? ഒന്നും പേടിയുണ്ടാവില്ല. എന്നിട്ട് അതിൻ്റെ ആഭരണമൊക്കെ ഊരിക്കൊണ്ടുപോയി തൂങ്ങി മരിച്ചല്ല, തൂക്കി കൊന്നതാ. പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ മോനിഷ എന്ന നടി അവര് അവസാനമായിട്ട് മരിക്കുന്നതിന് മുമ്പിട്ട് എടുത്ത റൂം ഉണ്ടായിരുന്നു. അപ്പൊ ആ റൂമായിരുന്നു മോഹൻലാലിന് കൊടുത്തത്. അപ്പൊ മോഹൻലാൽ അവസാനമായിട്ട് അവരിട്ട ഡ്രസ്സിൽ ആ സ്ത്രീയെ കാണുന്നു അല്ലെങ്കിൽ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു മരണപ്പെട്ട ഒരാളുടെ ആ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ അയാൾ അതേ ഇട്ട ഡ്രസ്സിൽ അവരെ കാണാൻ കഴിയുന്നത്? ഈ ആത്മാവ് ആഗ്രഹം പൂർത്തിയായിട്ട് മരിച്ചതല്ല, ആക്സിഡന്റിൽ മരിക്കാന്ന് ഒരിക്കലും ഒരാൾ ആഗ്രഹിക്കില്ല മരിക്കാൻ. വയസ്സായിട്ട് മോഹൻലാലിന്റെ സ്വപ്നത്തിൽ വന്നത് മോഹൻലാൽ മോനിഷ അറിയാലോ. അല്ല, മോഹൻലാലിനോട് എന്തെങ്കിലും സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ഉണ്ടായിരിക്കാം. അത് വരും, ആത്മാവിന് വരാലോ. അപ്പം അദ്ദേഹത്തിന് മനസ്സിന് ധൈര്യമില്ലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ? ഇപ്പം എത്രയോ പേര് ആ മുറി എടുത്തിട്ടുണ്ട്, എത്രയോ പേര് താമസിച്ചിട്ടുണ്ട്. വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അറിയില്ലായിരുന്നു, അറിയാതെയാണ് അദ്ദേഹം ആ റൂമിൽ കയറിയത്. അപ്പോൾ മനസ്സിന് ദുർബല മനസ്സുകളെയാണ് ഇതൊക്കെ നെഗറ്റീവ് എനർജി കയറി പിടിക്കുക. അപ്പോൾ അവർ ലാസ്റ്റ് ആഗ്രഹിച്ച് മുറിയെടുത്തല്ലേ, അത് കഴിഞ്ഞിട്ടൊരു ആക്സിഡന്റ് വന്നത്. അപ്പോൾ എന്തായാലും അവരോട് ആഗ്രഹം ഉണ്ടാവില്ലോ നമുക്ക്. ആ ആഗ്രഹം കൊണ്ട് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് മനസ്സ് ദുർബലമാണ്. അപ്പോൾ അതിൽ കയറി പിടിച്ചു. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിപ്പോൾ ഏത് വ്യക്തിയായാലും വലിയ വലിപ്പം ബിഗ് സൈസ് ആയാലും അവർക്ക് പേടിയുള്ള സമയമുണ്ട്. ചില സമയത്ത് ദുർബല നിമിഷങ്ങൾ വരും, നമുക്ക് പേടി വരും. ആ സമയത്ത് പേടി വന്നാൽ പിടിച്ചു തന്നെയാണ് പേടി. അപ്പോൾ എല്ലായിടത്തും ആത്മാക്കളുടെ ഇവിടെ ഉണ്ടാവും, നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ദുർബലമായോ അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരും നെഗറ്റീവ് എനർജി. അതാണ് അങ്ങനെ പറയണത്. അതിൻ്റെ മനോഹരമായ വാക്കാണ് നെഗറ്റീവ് എനർജി. പണ്ട് ജ്യോത്സ്യന്മാർ എഴുതൂലേ, മറ്റെന്തൊക്കെയോ പേരൊക്കെ വെച്ച് എഴുതൂലേ, അത് ശരിക്കും നെഗറ്റീവ് എനർജിയാണ് സത്യത്തിൽ പറയുകയാണെങ്കിൽ. പോസിറ്റീവ് നെഗറ്റീവ് രണ്ടെണ്ണേ ഉള്ളൂ. പോസിറ്റീവ് എനർജിയാണെങ്കിൽ നമുക്ക് ഉത്സാഹമൊക്കെ ഉണ്ടാവും. നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യില്ല. ഹൃദയവതികളായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കൊലപാതകളാവുന്നത്. സ്ത്രീകൾ എന്താ ആ സമയത്ത് ഫുൾ നെഗറ്റീവായിരിക്കും അവരുടെ ശരീരത്തിൽ. അതൊക്കെ സയൻസ് പറഞ്ഞ് തെളിയിച്ച കാര്യം, നമ്മൾ പറഞ്ഞതല്ല. ഇപ്പം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ മഹർഷി ഈശ്വരന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സായിപ്പന്മാരും ഇംഗ്ലീഷുകാർ ചെയ്യണത്. ഏത്തോടൽ പണ്ട് പണിഷ്മെൻ്റ് ഏത്തോടലായിരുന്നു, സ്കൂളിലായാലും വീടുകളിലായാലും. എന്താ ഏത്തോടൊരു ഒന്നൊന്നര സംഭവമല്ലേ, വ്യായാമമല്ലേ, ഇങ്ങനെ കാണിക്കല്ല, നിലത്ത് കുത്തിയിട്ടാണ് ചെയ്യണത്. അത് അവിടെ ചെയ്തപ്പോൾ മന്ദബുദ്ധികളായ കുട്ടികൾക്കൊരു ബുദ്ധി വന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ രീതികളാണ് അവർ ഫോളോ ചെയ്യണത്. ഇപ്പോൾ നമുക്കതൊക്കെ വേണ്ട, ശരിയല്ലേ?